പ്രത്യേകിച്ചൊരു പ്ലാനും ഇല്ലാണ്ട് ഇറങ്ങിയൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് നമ്മൾ കാര്യമായിട്ട് എങ്ങോട്ടാണ് പോണത്, എന്തിനാണ് പോണത്, അങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. സാധാരണ പോകുമ്പം എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാവലുണ്ട്. ഇതൊന്നുമില്ല. ഇറങ്ങിയ പാടെ ലീനു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഉച്ചൻ്റെ ശേഷം ഇറങ്ങിയതുകൊണ്ട് തന്നെ അവൾ ഉച്ചക്ക് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ജിദ്ദ ടവറാണ് കേട്ടോ. ഇതിൻ്റെ അടുത്തുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. ആൻഡ് നമ്മൾ ഇറങ്ങിയ പാടെ നമ്മളൊരു സ്വീറ്റ് കഴിക്കാറിട്ട് കയ്യാന്ന് നമ്മൾ 2 സ്വീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ക്രോസോണിൽ ചോക്ലേറ്റൊക്കെ ആക്കിയിട്ടുള്ള ഒരു സ്വീറ്റാണ്. ഇത് കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. എനിക്ക് പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് തിരാമിസു ആണ്. ഇതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് അതാണ്. തിരാമിസു ആദ്യം എനിക്ക് അവരത് ഭയങ്കര ഇഷ്ടമായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അവർ കുറച്ചും കൂടെ എന്തൊക്കെയോ വെറൈറ്റി പിടിച്ചതാവും, പക്ഷേ എനിക്ക് ഇതിനേക്കാളും ഇഷ്ടമായതും ആ ക്രോസോണിൻ്റെ സാധനമായിരുന്നു. എന്തായാലും ഇതൊക്കെ നമ്മൾ 2 പേരും കൂടിയും കഴിച്ച് കളിയാക്കിയിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജിദ്ദ ടവർ. ഇത് സ്റ്റിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര ഫ്ലോർ ആയിരുന്നൊന്നും എനിക്കറിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബീച്ചിലേക്ക് പോയി. ഈ ജിദ്ദ ടവറിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ബീച്ച് ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ സൺസെറ്റിൻ്റെ സമയത്തായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. ബീച്ച് കണ്ടപ്പോൾ ലീനുവിന് ശരിക്കും ഇറങ്ങാൻ വേണ്ടിയിട്ട് അവളിങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അടുത്തും കൊണ്ടുപോയി. വെള്ളമൊന്നും നനപ്പിച്ചിട്ടില്ല. ലീനുവിന് മാത്രമേ ഡ്രസ്സുള്ളൂ, നമുക്ക് ആർക്കും ഡ്രസ്സില്ല. നമ്മളൊരു പ്ലാനും ഇല്ലാണ്ട് വന്നുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ ഡ്രസ്സ് എടുക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മൾ കുറച്ചധികം നേരം അവിടെ നിന്ന് കുറച്ച് നേരം വ്യൂ ഒക്കെ കണ്ടിട്ട് നമ്മൾ ഇറങ്ങാൻ നേരത്തെ എനിക്കൊന്ന് ഡ്രൈവ് ചെയ്യാൻ പുതിയ ലൈസൻസ് എടുത്തതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ കാർ ഓടിക്കുന്നത്. അങ്ങനെ ഒരു 2 റൗണ്ടൊക്കെ ഇങ്ങനെ ഓടിച്ച് ഞാൻ ഓടിക്കാൻ പോയ സമയത്ത് തന്നെ ലീനു നല്ല കരച്ചിലായിരുന്നു കേട്ടോ. അവളെ കൊണ്ടുപോകാണ്ട് ഞാൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമ്മളൊരു മെഗ്ഡി കയറിയിട്ട് ഒരു മീലൊക്കെ പറഞ്ഞു. ലീനുവിൻ്റെ ഒരു കിഡ്സ് മീലും ഞങ്ങൾക്ക് 2 ഒരു ബർഗറൊക്കെ. ഏതായാലും ഡിന്നർ കഴിക്കണം. അപ്പോൾ പിന്നെ അത് നേരത്തെ കഴിച്ച് കാണാൻ അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാമെന്ന് പറഞ്ഞേ. ഈ മെഗ്ഡിയിലെത്തിയപ്പം ഈ ചെയർ ഭയങ്കര അങ്ങോട്ട് ഇഷ്ടമായി. വീട്ടിലത്തെ ഒന്നും അവൾക്ക് ഇഷ്ടമില്ല തോന്നുന്നു. ഇതൊക്കെയാണ് അവൾക്ക് പറ്റിയത്. അങ്ങനെ ഞങ്ങൾ കാറ് സൈഡാക്കിയിട്ട് ഒരു ബർഗറൊക്കെ കഴിച്ചു. സത്യം പറഞ്ഞാൽ ഇതിൽ കാര്യമായിട്ട് ഒന്നും ഉണ്ടാവില്ല, ബട്ട് ഇത് നല്ലൊരു ഫാമിലി ടൈം ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ 3 ആളും കൂടി അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്തു. സോ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ.